ഹലോ ഗായ്സ്, ഞങ്ങളെല്ലാവരും പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി എന്നെ പറിക്കാൻ പോവാ. പുല്ല് പറിക്കാൻ ഒരു വണ്ടി നിറയെ ആൾക്കാർ പുല്ല് പറിക്കാൻ. ലൂക്ക, പാപ്പു, അപ്പു, മറിയക്കുട്ടി. അപ്പുവിനെ കണ്ടില്ല. അന്ന വരെ പുല്ല് പറിക്കാൻ പോവാണ്. അപ്പയുടെ 800 കൊണ്ട് അപ്പ അറിയണ്ട. അപ്പയുടെ 800 കൊണ്ട് പുല്ല് പറിക്കാൻ പോയി. മണിയാ പുല്ല് പറിക്കാൻ കൊണ്ടുവന്നോ? ഇപ്പം പുല്ലാണോ തെങ്ങാണോ പനയാണോ ഒന്നും നമുക്ക് അറിയത്തില്ല. ചെന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മിക്കവാറും ലാസ്റ്റ് ഞങ്ങളൊരു റെഡിമെയ്ഡ് പുൽക്കൂടും മേടിച്ച് വെക്കും. എങ്ങോട്ട് പോവാ കൊച്ചേ? പുല്ല് പറിക്കാൻ പോകണോ? ഇന്ന് നേരെയൊന്നും കിട്ടില്ല, അതുകൊണ്ട് എല്ലാത്തിനും പുല്ല് പറിക്കാൻ പോവാ. തുരുപ്പേ ഡി തുരുപ്പേ ഇറങ്ങിയിട്ടുണ്ട്. അത് അവന്റെ മുൻകൈയിൽ. ഇന്ന് ഞങ്ങളുടെ പുൽക്കൂട് കണ്ട് എല്ലാരും ഞെട്ടും അല്ലേ? അതെ, പുൽക്കൂടെ നമ്മള് കാണാൻ വരും. അപ്പൊ പിന്നെ കേക്കോട് മേടിച്ചു വെക്കാം. പശുവുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്. ലൂക്ക ചെരുപ്പിട്ടിട്ടുണ്ടല്ലോ അല്ലേ? ചുട്ട ലൂക്ക താഴോട്ട് പോകണം. ദേമി ചുട്ട തൂമ്പിയൊക്കെ പിടിച്ച് ഉറങ്ങിക്കിടന്ന പെണ്ണായിരുന്നോ? വീട് പണിയില്ലെങ്കിൽ ഞാനിങ്ങനെ ഈ സൈഡിൽ കൂടെ കുഞ്ഞു ചെടിയൊക്കെ ഇങ്ങനെ അതെടുത്ത് ഇവിടെ മറച്ചു വെക്ക്. കഴിക്കാനുണ്ടോ? കമത്തി വെക്കണം കേട്ടോ. ആ കമത്ത്. ആ അതന്നെ മാറ. ഇത് ഇട്ടേക്കാ, അത് കുഞ്ഞിതാ. ലൂക്കാക്കുട്ടൻ മീൻ പിടിക്കുക അല്ലേ? ലൂക്കാക്കുട്ട അയ്യോ, കുഞ്ഞുങ്ങൾ മാറിപ്പോയി.